ഇപ്പോൾ ഇൻസ്റ്റാ കാലം എന്ന് പറഞ്ഞാൽ കാഴ്ചയുടെ ഒരു ഉത്സവമാണല്ലോ അത്. അപ്പോൾ ഇതിലുള്ള കാഴ്ചകൾ അവരെ ആകർഷിക്കുന്നുണ്ട്. സ്വന്തം ആടിത്തിമർത്തുകൊണ്ട് തന്നെ എനിക്ക് ഇന്നെ കണ്ടെത്താൻ കഴിയും, ഇതിൽ എൻ്റെ സ്ഥാനം എവിടെ, ഇങ്ങനെയുള്ളൊരു അന്വേഷണം. അതുകൊണ്ടാണ് ഇതുവഴിയുള്ള വരവാണ് ഞാൻ പറഞ്ഞത്. ഇതിലേക്ക് പല വഴിയിലും എത്താം. സൂഫിസത്തെക്കുറിച്ചുള്ള നമ്മുടെ സംസാരങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഷമീർ ബിൻസിയാണ്. സമകാലിക സൂഫി വർത്തമാനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് സൂഫി സംഗീതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേട്ടിട്ടുള്ളൊരു പേര് കൂടിയാണ് ഷമീർ ബിൻസി എന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം. ബിൻസി, സ്വാഗതം. നമ്മൾ ഒരുപാട് ഗാനങ്ങളും അതല്ലെങ്കിൽ ഒരുപാട് കൺസേർട്ടുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറയോട് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന രൂപത്തിൽ. അപ്പം എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ബിൻസിയുടെ ഒരു സൂഫി ധാരയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ചിന്താഗതിയിലേക്ക് ബിൻസി ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ഘടകം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെയായിരിക്കും? നമ്മുടെ ജീവിത വഴികളിലുണ്ടാകുന്ന ഏത് കാര്യങ്ങളിലും ഒരു ഒറ്റക്കാരണം തിരഞ്ഞെടുക്കാൻ പറ്റാത്തതുപോലെ ഇതിനങ്ങനെ ഒരു ഒറ്റക്കാരണം ഉണ്ടാവില്ല. കാരണങ്ങളുടെ കുറേ ശൃംഖലകളായിരിക്കുമല്ലോ. അതിനകത്ത് തന്നെ ഇപ്പോൾ ഏതാണ് കാരണം എന്നിപ്പോൾ നമുക്ക് ചിലപ്പോൾ അങ്ങനെ പെട്ടെന്ന് എടുക്കുന്നൊരു കാര്യമല്ലല്ലോ അത്. അപ്പോൾ നമ്മുടെ ഒരു അന്വേഷണത്തിൻ്റെ വിവിധങ്ങളായ വഴികളിലൂടെ ഇങ്ങനെ എത്തിച്ചേർന്നു. അതിൽ പാട്ടിനും പ്രാധാന്യമുണ്ട്, കവിതകൾക്ക് പ്രാധാന്യമുണ്ട്. ആദ്യ പാട്ട് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് പാട്ടിൻ്റെ ഒരു ജോണർ എന്നുള്ള നിലക്ക് ആ പാട്ടിൻ്റെ ഉള്ളടക്കങ്ങൾ നിരീക്ഷിക്കുന്നതും. ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട് ഹിന്ദുസ്ഥാനി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് ഇതുമായിട്ട് ബന്ധമില്ല, സമാന്തരമായിട്ട് വേറെ കാര്യമായിട്ട് നടന്നതാണ്. നോക്കുമ്പോൾ ചിലപ്പോൾ ഒക്കെ കണക്റ്റഡ് ആയിരിക്കും, പക്ഷെ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതല്ല. പാട്ട് നമ്മുടെ ഒപ്പം ആദ്യമേ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു രീതിയിലും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലും ഒക്കെ വന്നപ്പോൾ പാട്ടതിനകത്തുള്ളതാണല്ലോ. അപ്പോൾ പാട്ടോടുകൂടി അതിൻ്റെ പിന്നാലെ പോയി. അപ്പോൾ പാട്ടും എൻ്റെ മാറ്റം എൻ്റെ പാട്ടിനെയും ബാധിച്ചു. അങ്ങനെ ബിൻസിയുടെ കൺസേർട്ടുകളിൽ ഞാനിപ്പോൾ KLF കോഴിക്കോട് KLF ഒരു കൺസേർട്ട് നടന്ന സമയത്ത്, അതേപോലെ കോഴിക്കോട് തന്നെ IPM ക്യൂരിയസ് എന്ന് പറഞ്ഞിട്ടൊരു കൺസേർട്ടാണ്. ഇതിലൊക്കെ മിക്കവാറും കാണുന്നത് ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ അത്യധികം എന്താ പറയുക, നമ്മൾ ന്യൂജൻ എന്നൊക്കെ വിളിക്കുന്ന അല്ലെങ്കിൽ ജെൻസി എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ആളുകളാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മളിപ്പം പുതിയ കാലത്തെ സിനിമകളിൽ അല്ലെങ്കിൽ പുതിയ കാലത്തെ പാട്ടുകളിൽ ഒക്കെ ഒരു മിസ്റ്റിക്കൽ എലമെൻറ്റ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ ഒരു സൂഫി മിസ്റ്റിക് ധാര അല്ലെങ്കിൽ ഒരു മിസ്റ്റിസിസം ഇത് പുതിയ തലമുറയിലേക്ക് കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ ജെൻസി എന്നൊക്കെ പറയുന്ന ഞാൻ ഒരർത്ഥത്തിൽ അവരുടെ ഫാനാണ്. അങ്ങനെ, കാരണം അവരിൽ നിന്നുള്ള ഇഷ്ടത്തെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇനി പാട്ടിൻ്റെ ഈ സ്കെലിറ്റൺ ആയാലും പാട്ടിൻ്റെ മീൻസ് അതിൻ്റെ പുറമായാലും അതിൻ്റെ ഉള്ളായാലും അതിൽ പറയുന്ന കാര്യങ്ങളായാലും ഇതിനൊക്കെ ഓരോന്നിനെയും ഇഷ്ടപ്പെടുന്ന പുതിയ തലമുറയിലുള്ള ആളുകളുണ്ട്. അപ്പോൾ പല കാരണങ്ങളാണ് അതിന്. ഒന്ന്, ഇതിൻ്റെ കാഴ്ച, മനുഷ്യർ കാഴ്ചയുടെ ഇപ്പോൾ ഇൻസ്റ്റാ കാലം എന്ന് പറഞ്ഞാൽ കാഴ്ചയുടെ ഒരു ഉത്സവമാണല്ലോ അത്. അപ്പോൾ ഇതിലുള്ള കാഴ്ചകൾ അവരെ ആകർഷിക്കുന്നുണ്ട്. ഇതിൻ്റെ കാഴ്ചകൾ, ഇതിൻ്റെ അറ്റയർ, ഇതിൻ്റേതായിട്ടുള്ള വേഷവിധാനങ്ങൾ, ഇതിൻ്റെ കോൺസെർട്ടുകളിലുള്ള ഈ ക്രമങ്ങൾ, ഇതൊക്കെ അവരെ ആകർഷിക്കുന്നുണ്ടാവാം, അവരുടെ കാഴ്ചയെ. രണ്ട്, അവർക്ക് പലപ്പോഴും അതിൻ്റെ യാഥാർത്ഥ്യത്തെ അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത, പലപ്പോഴും ഇപ്പോൾ ഏത് തരത്തിലുള്ള ഒരു മ്യൂസിക് രീതികളായാലും അതിൻ്റെ പെർഫോമൻസ് ആയാലും അതിലേക്കൊക്കെ പെട്ടെന്ന് കടന്നു ചെല്ലാൻ ചിലപ്പോൾ പുതിയ ജനറേഷന് പറ്റും. പക്ഷേ സൂഫിസത്തിൻ്റെ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് ചിലപ്പോൾ എത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതിനെ അനുകരിക്കാനാണ് അവർക്ക് കഴിയുക. അപ്പോൾ അതിനോടൊരു കൂടുതൽ കൗതുകം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ജെൻസി അല്ലല്ലോ, അതിൻ്റെ മുമ്പത്തെ തലമുറയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ മുസ്ലിംനെസ്സുള്ള പിന്നെ സിനിമകൾ ഒരുപാടുണ്ടായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അതല്ല, ഞാൻ അതിൻ്റെ മുമ്പ് ഇപ്പോൾ മണിയറ, മണിത്താലി, മൈലാഞ്ചി, അന്ന് അത്തരത്തിലുള്ള സിനിമകൾ കുറേ ഇറങ്ങിയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു പ്രത്യേകതരം ഒരു എത്നിക് ഐഡൻറ്റിറ്റി ഇവർക്ക് കിട്ടുകയാണ്, ഈ സംവിധായകർക്കൊക്കെ അവർക്ക് അപരിചിതമായത്.
കാണുന്ന അവിടെ മലബാറിലുള്ള ആളുകൾക്കൊക്കെ നമുക്കത് പരിചിതമാണ്. പക്ഷെ അവർക്ക് അപരിചിതമായ വേഷവിധാനം, അവർക്ക് അപരിചിതമായിട്ടുള്ള സംസാര രീതി, പിന്നെ കോസ്റ്റ്യൂംസ്, അപ്പോൾ അതിനോടുള്ളൊരു ആകർഷണീയത വരുമല്ലോ. പിന്നീട് ആ ആകർഷണീയത എന്തായി, പിന്നെ അതിനോട് ഭയം വന്നോ, അത് വേറൊരു വിഷയമാണ്. പക്ഷെ എന്നതുപോലുള്ളൊരു കാര്യം ഈ പുതിയ ജനറേഷനിലുണ്ട് എന്നും തോന്നുന്നു. ഒന്ന്. പിന്നെ മറ്റൊന്ന്, ഈ മിസ്റ്റിക്കൽ എലമെൻറ്റ്സ് എന്ന് പറയണ്ടായല്ലോ സുഹൈൽ. ആ മിസ്റ്റിക്കൽ എലമെൻസിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് എന്താണോ അതിൽ മടുപ്പ് ബാധിച്ചവരാണ് ഈ പുതിയ തലമുറ. അപ്പോൾ അവർക്ക് അതിനപ്പുറമുള്ള ഒരു കാര്യത്തെ അന്വേഷിക്കുന്നുണ്ട്. കാരണം നമ്മൾ എന്ത് പറയുന്നത് പോലെയല്ല, ആളുകൾ മുതിർന്ന തലമുറയിലുള്ള പല ഉപദേശികളും പറയുന്നത് പോലെയൊന്നുമല്ല. വളരെ പിന്നെ വലിയ മനസ്സുള്ള കുട്ടികളാണ് ഇപ്പോഴത്തെ കുട്ടികൾ. ഏതിൽക്കും അവർ ഏത് അന്വേഷണത്തിലേക്കും അവർ ധൈര്യമായി റവല്യൂഷണറി ആയിട്ട് അവർ കയറി ചെല്ലും. അപ്പോൾ അവർക്ക് അത്തരത്തിലുള്ള ഒരു പേടിയില്ലായ്മയുണ്ട്. ആ പേടിയില്ലായ്മയെ അതിനൊരു ഗുണമായിട്ട് എടുക്കുകയാണെങ്കിൽ അവരെന്തിലാണോ അവർക്ക് മടുപ്പ് വന്നിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് പോയി നോക്കാനുള്ളൊരു ധൈര്യം പുതിയ ചെറുപ്പക്കാരിലുണ്ട്. അപ്പോൾ ആ ധൈര്യം കൂടിയായിരിക്കാം ഇത്തരത്തിലുള്ള പാട്ടിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക്. ഈ കോസ്റ്റ്യൂം ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി എന്താണ് ഇവർ പറയുന്നത്, കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയാൽ ഈ നമ്മുടെ നാട്ടിലുള്ള ഒരു സംഘടനാ ബാഹുല്യം, അല്ലെങ്കിൽ സംഘടനകൾ, അതിൻ്റെ നേതാക്കൾ ഇത് നിർണ്ണയിച്ചിരുന്ന അതിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ളൊരു ബാല്യ കൗമാരങ്ങളിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോയത്. ഇനി അവരുടെ ആ ലാംഗ്വേജ് ഇനി സാധ്യമാകില്ല. അതുകൊണ്ടാണ് അവർ പലതരത്തിലുള്ള മെത്തേഡ്സുകളിപ്പോൾ രീതികളിപ്പോൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊന്ന് പുറത്ത് കടക്കാനുള്ള, അല്ലെങ്കിൽ അതിൽ പല കാര്യങ്ങൾക്കും തങ്ങളുടെ ഒരു ചോദ്യങ്ങൾക്കോ അന്വേഷണങ്ങൾക്കോ ഒരു ഉത്തരം കിട്ടുന്നില്ല എന്നുണ്ടാവും. അവരെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഉത്തരം കിട്ടുന്നത്. യെസ്, ദാറ്റ് ഈസ്. അപ്പോൾ കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോകും. പിന്നെ ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള എത്ര തന്നെ ശാസ്ത്രാന്വേഷണങ്ങളിലൂടെ പോയാലും ഇതിപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇതൊരു ആർട്ട് ഫോമായിട്ടാണ് നമ്മൾ സൂഫി സംഗീതത്തെ കാണുന്നത്. സൂഫിസം അവിടെ നിൽക്കട്ടെ, സൂഫി സംഗീതം അതിൻ്റെ പെർഫോമൻസും. അപ്പോൾ ഈ പൊതുവെ മനസ്സിലൊരു കവിത, കാവ്യാത്മകത, ഒരു കലാപരത, ആർട്ട്, സൗന്ദര്യശാസ്ത്രപരമായ ഒരു നോട്ടം, ഇതൊക്കെയുള്ള ആളുകൾക്ക് ഈ കേവല ശാസ്ത്രാന്വേഷണങ്ങൾ കൊണ്ട് ഞാൻ ആരാന്നുള്ളൊരു ഉത്തരം കിട്ടിയാൽ തന്നെ അവർക്ക് അതിൽ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ഒന്നുകൂടി പോയി നോക്കും. ഇതിന് ഉത്തരമുള്ളത് പിന്നെ അവർ പറയുക ഈ റിലീജിയോസിറ്റിയിൽ, മതാത്മകതയിലാണ് ഉത്തരമുണ്ട് എന്നാണ് അവർ വിചാരിക്കുക, മതങ്ങളിലൊക്കെ. അപ്പോൾ ഈ പറയപ്പെടുന്ന, ഈ ഉപദേശിക്കപ്പെടുന്ന മതത്തിനകത്തും മതങ്ങൾക്കകത്തും അത് കണ്ടുകിട്ടുന്നില്ല. ഇതിൽ നിന്നൊക്കെയാണ് പുതിയ തലമുറ മാറി ചിന്തിക്കാൻ തുടങ്ങിയത്. പിന്നെ ഉത്സവങ്ങളോട് ഞാൻ പറയാമല്ലോ, ഈ ഉത്സവപരതയോട് ഈ പഴയ തലമുറക്കൊക്കെ ഉള്ളൊരു എതിർപ്പുണ്ട്. ഒരു ആഹ്ലാദത്തിമിർപ്പിനോടൊരു എതിർപ്പ്, ഒരു ആഘോഷപരതയോട്. ആഹ്ലാദിക്കാൻ പാടില്ല. അവരതൊക്കെ അനുഭവിച്ചു വന്നവരാണ്. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ പുറത്തേക്ക് ഒന്നുകൂടി വന്ന് നമ്മളൊരു വട്ടം ഒരാഘോഷം ആസ്വദിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വട്ടം കൂടി അത് സോഷ്യൽ മീഡിയക്കകത്ത് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓർമ്മകളിൽ ഇങ്ങനെ അത് പിന്നെ നിൽക്കുകയാണ്. ഇതിനെ പഴയ ആൾക്കാർ ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു ഇഷ്ടപ്പെടായ്മയും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഈ ആഘോഷപരതയിലൂടെ തന്നെ കാണാൻ കഴിയുമോ? മറ്റെന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു പിടുത്തം വിടുന്നു എന്നുള്ളൊരു സാധനം ഉണ്ടാവില്ലേ മുതിർന്ന ആളുകൾക്ക്. അങ്ങനെയല്ല, സ്വന്തം ആടിത്തിമർത്തുകൊണ്ട് തന്നെ എനിക്ക് കണ്ടെത്താൻ കഴിയുമോ, ഇതിൽ എൻ്റെ സ്ഥാനം എവിടെ, അങ്ങനെയുള്ളൊരു അന്വേഷണം. അതുകൊണ്ടാണ് ഇതുവഴിയുള്ള വരവാണ് ഞാൻ പറഞ്ഞത്. ഇതിലേക്ക് പല വഴിയിലും എത്താം. ഈ ഒരു കലാപരതയിലൂടെ, പാട്ടിലൂടെ, ഈ ഡാൻസിലൂടെ, ഇതിലൂടെ ഇങ്ങനെ ഇവർ വരാനുള്ള ഒരു കാരണം ഇതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരേ സമയം അവരെ ആകർഷിക്കുന്ന പാട്ടുകളും അല്ലെങ്കിൽ അതിൻ്റെ ചടുലമായിട്ടുള്ള രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ അവിടെ ഉള്ളതോട് കൂടെ തന്നെ അവരന്വേഷിക്കുന്ന ഉത്തരങ്ങളെ, അല്ലെങ്കിൽ അവരതുവരെ കാണാത്തൊരു കൗതുകങ്ങളെ, അല്ലെങ്കിൽ ആശയങ്ങളൊക്കെ അവർക്ക് കാണാൻ പറ്റുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം അല്ലേ. ചടുലത മാത്രമല്ല, അതിൻ്റെ സ്പീഡിനെ നമ്മൾ നോക്കണ്ട. ഇപ്പം മെലോഡിയസ് ആയിട്ടുള്ള അങ്ങനെയും വരും.